ട്രംപിനെ കൊല്ലാൻ ലക്ഷ്യമിട്ടിരുന്നു എന്ന് പ്രതി ഒടുവിൽ സമ്മതിച്ചു. കഴിഞ്ഞ ദിവസം ഹിൽട്ടൺ ഹോട്ടലിൽ വെച്ച് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പങ്കെടുത്ത ഡിന്നർ പരിപാടിക്കിടെയാണ് കോൾ തോമസ് അലൻ എന്ന 31 വയസ്സുകാരൻ ആയുധമേന്തിക്കൊണ്ട് തോക്കേന്തിക്കൊണ്ട് ഹിൽട്ടൺ ഹോട്ടലിലേക്ക് പ്രവേശിക്കാൻ വേണ്ടി ശ്രമിച്ചത്. കയ്യിലുണ്ടായിരുന്ന തോക്കിനെക്കുറിച്ചുള്ള വിവരങ്ങളൊക്കെ ഇപ്പോൾ പുറത്തു വന്നു. ഷോട്ട് ഗൺ ഉണ്ടായിരുന്നു, ഹാൻഡ് ഗൺ ഉണ്ടായിരുന്നു, കത്തികളുണ്ടായിരുന്നു, 2 കത്തികളുണ്ടായിരുന്നു. അപ്പോൾ വളരെ പെട്ടെന്ന് തന്നെ അന്വേഷണ ഉദ്യോഗസ്ഥർ, പരിശോധനാ ഉദ്യോഗസ്ഥർക്ക് മുമ്പിൽ ഓടിക്കയറുകയും അവരെ തടഞ്ഞതോടനുബന്ധിച്ച് വെടിവെപ്പുണ്ടാവുകയും ചെയ്തു എന്നുള്ളതാണ്. ചെക്ക് പോയിന്റിൽ വെച്ച് ഏറ്റുമുട്ടലുകൾ നടന്നു. ഒരാൾക്ക് വെടിയേറ്റു, പക്ഷേ ബുള്ളറ്റ് പ്രൂഫ് ആയതുകൊണ്ട് പരിക്കൊന്നും ഏറ്റിട്ടില്ല. പിന്നീട് ഇദ്ദേഹത്തെ കീഴടക്കാൻ വേണ്ടി സാധിച്ചു. അപ്പോഴത്തേനും 8 റൗണ്ട് വെടി പൊട്ടിയിരുന്നു. ഈ ശബ്ദം കേട്ടതോടുകൂടിയാണ് സുരക്ഷാ ഉദ്യോഗസ്ഥർ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെയും ബന്ധപ്പെട്ടവരെയും അദ്ദേഹത്തിൻ്റെ ഭാര്യ, വൈസ് പ്രസിഡന്റ് അടക്കമുള്ള ഏറ്റവും ഉന്നതരെ വളരെ പെട്ടെന്ന് തന്നെ സുരക്ഷാ മേഖലയിലേക്ക് മാറ്റാൻ വേണ്ടി ശ്രമിച്ചത്. പല ആളുകളും മേശക്കടിയിൽ അഭയം തേടുകയായിരുന്നു. അവിടെ നിന്ന് കാലൊക്കെ പിടിച്ച് വലിച്ച് പുറത്തോട്ട് കൊണ്ടുപോയിട്ട് മറ്റു ഭാഗത്തേക്ക് മാറ്റുന്ന രീതിയിലുള്ള വീഡിയോകളൊക്കെ പുറത്തു വന്നു. കാലിഫോർണിയയിലെ ടോറൻസ് എന്ന് പറയുന്ന പ്രദേശത്താണ് പ്രതി ഉണ്ടായിരുന്നത്. ട്രെയിനിലും ബസ്സിലും മാറിയിട്ടാണ് ഈ പറയപ്പെട്ട ഹിൽട്ടൺ ഹോട്ടലിൽ അദ്ദേഹം എത്തുന്നത്. ഡിന്നർ സംവിധാനത്തിൻ്റെ ഏകദേശം 2 മണിക്കൂർ മുമ്പ്, പരിപാടി തുടങ്ങുന്നതിൻ്റെ 2 മണിക്കൂർ മുമ്പേ അവിടെ എത്തിയിട്ടുണ്ട് എന്നാണ് വിവരം ലഭിക്കുന്നത്. അപ്പോൾ ഇതിൽ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് പഠിച്ച വിദ്യാർത്ഥി, മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ഇദ്ദേഹം പഠിച്ചിട്ടുണ്ട്. ആ പഠിച്ച് പുറത്തിറങ്ങിയതിൻ്റെ ശേഷം തന്നെ ഈ രാഷ്ട്രീയത്തോട് വലിയ താല്പര്യമുണ്ട്. എന്നാൽ പ്രത്യേകമായിരിക്കുന്ന ഒരു രാഷ്ട്രീയവുമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിച്ച വ്യക്തിയല്ല എന്നാണ് അതിൽ നിന്ന് മനസ്സിലാക്കാൻ വേണ്ടി പറ്റുന്നത്. എന്താണ് ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് ഇദ്ദേഹത്തിന് ഈ ശത്രുത തോന്നാൻ കാരണം എന്നതിനെക്കുറിച്ചുള്ള വിവരത്തിൽ ഇങ്ങനെ പറയുന്നുണ്ട്. എപ്സ്റ്റീൻ ഫയലിൽ ട്രംപിൻ്റെ പേരുണ്ട്. ഇത് രാജ്യത്തെയും ലോകാടിസ്ഥാനത്തിൽ അമേരിക്കയുടെ അഭിമാനത്തിന് ക്ഷതമുണ്ടാക്കുന്ന പ്രവൃത്തിയാണ് ഇദ്ദേഹം ചെയ്തത്. എപ്സ്റ്റീൻ ഫയലിൽ ഈ ട്രംപിൻ്റെ പേരുണ്ട് എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ വരാൻ പോകുന്ന തലമുറക്ക് പോലും അപമാനമുണ്ടാക്കുന്നതാണ്. അത് അംഗീകരിക്കാൻ വേണ്ടി സാധിക്കില്ല. ഇതാണ് ഒന്നാമത്തെ കാരണം. രണ്ടാമത്തെ, ഉക്രൈനുമായിട്ട് ബന്ധപ്പെട്ട് ഉക്രൈനോട് വലിയ താല്പര്യമുള്ള വ്യക്തിയാണ്. ഉക്രൈനു വേണ്ടിയിട്ട് റഷ്യക്കെതിരെ യുദ്ധത്തിന് പോകാൻ സൈനിക വേഷം ധരിക്കാൻ പോലും തനിക്ക് താല്പര്യമുണ്ട് എന്ന് അദ്ദേഹം സോഷ്യൽ മീഡിയയിലൂടെ അഭിപ്രായം പറഞ്ഞതൊക്കെ ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. അപ്പോൾ ഉക്രൈനുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ, അതായത് ഉക്രൈൻ ജനങ്ങളോട് താല്പര്യമില്ലാത്ത വ്യക്തിയാണ് അമേരിക്കയുടെ പ്രസിഡന്റ്. അതുകൊണ്ടാണ് ഈ യുദ്ധത്തിൽ ജയിക്കാത്തത്. വലിയ രീതിയിലുള്ള മരണങ്ങൾ ആ മേഖലയൊക്കെ നടക്കുന്നുണ്ട്. അത് കൃത്യമായിരിക്കുന്ന റിപ്പോർട്ട് പോലും പുറത്തു വരുന്നില്ല. അതിലൊക്കെ ട്രംപിൻ്റെ ഇടപെടലുണ്ട് എന്നുള്ളതാണ് പ്രതിയുടെ ആരോപണം. നിലവിൽ അന്വേഷണ ഉദ്യോഗസ്ഥരുമായിട്ട് സഹകരിക്കുന്നില്ല എന്നുള്ളതാണ്. കീഴടക്കി കൈ പിറകിൽ കെട്ടിക്കൊണ്ട് അറസ്റ്റ് ചെയ്ത് കയ്യിൽ ചങ്ങലൊക്കെ ഇട്ടിട്ടാണ് എന്ത് ചെയ്യുന്നത്, ഈ കോടതിയിൽ ഹാജരാക്കുന്നത്. പിന്നീട് ജയിലിൽ അടക്കുന്നു. അതിനുശേഷം പിന്നീട് ചോദ്യം ചെയ്യലിന് വേണ്ടിയിട്ട് വിട്ടുകൊടുക്കുന്നു. ആ ചോദ്യം ചെയ്യലുമായിട്ട് ഇപ്പം നിലവിൽ സഹകരിക്കുന്നില്ല. അഥവാ ഒരുപാട് കാര്യങ്ങൾ പ്രതിയിൽ നിന്ന് കിട്ടാൻ സാധ്യതയുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. വിദേശ രാജ്യത്ത് ഏതെങ്കിലും ബന്ധങ്ങളുണ്ടോ, അഥവാ ഇറാന് പ്രത്യേകമായ രീതിയിൽ ട്രംപ് പറയാറുണ്ട്. ട്രംപ് ഒരു ഇറാനി വിരോധിയായതുകൊണ്ട് ഏതൊരു വിഷയം ഉണ്ടാകുന്ന സമയത്തും ട്രംപ് ആദ്യം തന്നെ ഇറാൻ്റെ ബന്ധം പരിശോധിക്കണം, ഇറാനുമായിട്ട് പറ്റി അന്വേഷിക്കണം എന്ന് പറയാറുണ്ട്. ഈ പ്രാവശ്യം അത് പറഞ്ഞിട്ടുണ്ട്. 3ാമത്തെ തവണയാണ് ട്രംപിന് നേരെ വധശ്രമം വരുന്നത്. ആദ്യത്തെ തവണ ഇലക്ഷൻ പ്രചരണത്തോടനുബന്ധിച്ച് വെടിവെക്കുന്നു. തലക്ക് വെച്ച വെടി ചെവിക്ക് കൊള്ളുന്നു. ചെവി മുറിഞ്ഞ് ബ്ലഡ് ഇങ്ങനെ വാർന്നൊരുങ്ങുന്നതും പിന്നീട് ട്രംപിനെ ആശുപത്രിയിൽ എത്തിക്കുന്ന ചിത്രമാണ് കഴിഞ്ഞ പ്രാവശ്യം ഇലക്ഷനോടനുബന്ധിച്ച് 2024 നടന്ന ഇലക്ഷനോടനുബന്ധിച്ച് കാണാൻ വേണ്ടി സാധിച്ചത്. പിന്നീട് അതിൻ്റെ ഏറ്റവും അവസാന ഘട്ടത്തിൽ പിന്നെ ഗോൾഫ് കളിക്കുന്നതിനിടയിൽ അദ്ദേഹത്തിൻ്റെ വസതിയോട് ചേർന്ന് കൊണ്ടുള്ള മൈതാനത്തോ അതല്ലെങ്കിൽ ഈ പുൽക്കൊടിയിലോ ഒരു പ്രതി തോക്കുമായിട്ട് ഒളിഞ്ഞിരിക്കുകയായിരുന്നു. ആ ഒളിഞ്ഞിരിക്കുന്ന പ്രതിയെ ഒരുപാട് സമയം കഴിഞ്ഞതിന് ശേഷം, ഏകദേശം 15 മിനിറ്റിന് കഴിഞ്ഞതിന് ശേഷം എന്നാണ് പറയുന്നത്, അവിടുത്തെ സുരക്ഷാ ഉദ്യോഗസ്ഥർ കാണാൻ വേണ്ടി സാധിച്ചു. അങ്ങനെയാണ് പിടികൂടാൻ വേണ്ടി പറ്റിയത്. അദ്ദേഹത്തിൻ്റെ കൈവശത്തിൽ തോക്കുണ്ടായിരുന്നു. ഉദ്ദേശ ലക്ഷ്യത്തെക്കുറിച്ച് കൃത്യമായിരിക്കുന്ന വിവരമില്ല. ആദ്യത്തെ വെടിവെച്ചു എന്ന് പറയുന്ന ആളെ വെടിവെച്ച് കൊന്നതോടുകൂടി തെളിവ് നശിപ്പിക്കപ്പെട്ടു. ആ സമയത്ത് ട്രംപ് ഇറാനെക്കുറിച്ച് ആരോപിച്ചു. ഇറാൻ എന്നിത് ആദ്യം പ്രതികരിച്ചു. നിങ്ങൾ തെളിവ് കൊണ്ടുവരുമോ, നമുക്ക് പരിശോധിക്കാം. തെളിവ് കൊണ്ടുവരാൻ പ്രതിയില്ല, പ്രതി കൊല്ലപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ പിന്നെ ആ തെളിവായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ ഉണ്ടാവില്ല.
പിന്നീട് അതുമായിട്ട് ബന്ധപ്പെട്ട അഭിപ്രായങ്ങൾ പുറത്തു വന്നിട്ടില്ല. രണ്ടാമത്തെ പ്രാവശ്യമുള്ള പ്രതിയെ പിടികൂടിയിട്ടുണ്ട്. പക്ഷേ ചോദ്യം ചെയ്തതിൻ്റെ വിവരങ്ങൾ ഇപ്പോഴും അത് പുറത്തു വിട്ടില്ല. മൂന്നാമതാണ് ഈ പറയപ്പെട്ട കോൾ തോമസ് അലൻ എന്ന് പറയുന്ന ആൾ. 31 വയസ്സുകാരനാണ്. അദ്ദേഹം ഇപ്പോൾ ഉദ്യോഗസ്ഥരുമായിട്ട് സഹകരിക്കുന്നില്ല എന്ന റിപ്പോർട്ടാണ് പുറത്തു വരുന്നത്. എന്താണ് ഈ കാര്യത്തിൽ ഉദ്ദേശിക്കുന്ന കാര്യം? വലിയ സുരക്ഷാ സംവിധാനമുള്ള മേഖല ആയതുകൊണ്ട് തടയപ്പെടും എന്നുള്ളത്, ഒരു പക്ഷേ വെടിയേറ്റ് മരിക്കാൻ സാധ്യതയുണ്ട് എന്നുള്ളതും അറിഞ്ഞുകൊണ്ട് തന്നെയാണ് പ്രതി വന്നത് എന്നും അറിയാൻ വേണ്ടി സാധിക്കുന്നു. പക്ഷേ ഇവിടുത്തെ വിഷയം എന്ന് പറഞ്ഞാൽ ലോകത്തിലെ ഏറ്റവും വലിയ സൈനിക ബലവും ശക്തിയും സുരക്ഷാ ഉദ്യോഗസ്ഥരും രഹസ്യ പോലീസ് സംവിധാനവുമുള്ള ഒരു രാജ്യമാണ് അമേരിക്ക. അതിലെ ആ പ്രസിഡന്റ് എന്ന് പറയുന്ന രാജ്യത്തിൻ്റെ പ്രസിഡന്റ് ആയിരിക്കുന്ന ആളുടെ നേരെ വധശ്രമത്തിന് വേണ്ടി പ്രതി അവരുടെ ഹോട്ടലിലെത്തി എന്ന് പറഞ്ഞാൽ അത് നിസ്സാരമായിരിക്കുന്ന കാര്യമൊന്നുമല്ല. എവിടെയും സുരക്ഷിതമില്ലാത്ത രീതിയിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്നു എന്ന് അമേരിക്കയുടെ പ്രസിഡന്റ് തന്നെ സമ്മതിക്കേണ്ട ഒരു സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ പോകുന്നു. മുൻപ് അങ്ങനെയൊന്നും അല്ലായിരുന്നു. മുമ്പ് അമേരിക്കയുടെ ഒരു നേതൃത്വ മേഖലയിൽ ഇരിക്കുന്ന ആളുകളെയൊക്കെ കാണുക, അല്ലെങ്കിൽ അവർക്ക് നേരെ ആക്രമണം നടത്തുക എന്ന് അസാധ്യമായിരിക്കുന്ന കാര്യം. അങ്ങനെ സംഭവം നടക്കാറില്ല. ഇപ്പം നേരെ തിരിഞ്ഞിരിക്കുന്നു. അപ്പോൾ തങ്ങൾക്ക് നേരെ ആക്രമണം ഉണ്ടാവില്ല, തങ്ങൾ ഉദ്ദേശിക്കുന്ന തരത്തിൽ വേറെ എല്ലാ രാജ്യത്തെയും ഇല്ലാതാക്കാൻ വേണ്ടി സാധിക്കുമെന്ന് നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുന്ന അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെ സംബന്ധിച്ചിടത്തോളം ഇത് ഒരു അപമാനകരമായിരിക്കുന്ന ഒരു സ്ഥിതിയാണ് ഇപ്പോൾ ഉണ്ടാക്കിയിരിക്കുന്നത്. അമേരിക്കൻ പ്രസിഡന്റ് അമേരിക്കൻ രാജ്യത്ത് സുരക്ഷിതമല്ലെന്ന് ലോകം വിലയിരുത്തുന്ന രീതിയിലുള്ള ഒരു ആക്രമണ രീതിയാണ് ഇപ്പോൾ ഉണ്ടായത്. മാത്രവുമല്ല, ഈ മേഖലയിലേക്ക് കയറുന്നതിന് മുൻപ് സുരക്ഷാ ഉദ്യോഗസ്ഥർക്ക് ഇയാളെ കണ്ടെത്താനോ തിരിച്ചറിയാനോ പിടിക്കാനോ അറസ്റ്റ് ചെയ്യാനോ സാധിക്കാത്തത് സുരക്ഷാ ഉദ്യോഗസ്ഥരുടെ വലിയ പാളിച്ചയായിട്ട് തന്നെ കണക്കാക്കുന്നു. പ്രസിഡന്റിനെ രക്ഷിക്കാൻ വേണ്ടി അല്ലെങ്കിൽ സംരക്ഷിക്കാൻ വേണ്ടി സാധിക്കാത്ത രാജ്യമായി അമേരിക്ക തരം താന്നിരിക്കുന്നു എന്ന അഭിപ്രായം പോലും ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ ഒരു വിഷയത്തോടനുബന്ധിച്ച് പിന്നെ ട്രൂത്ത് സോഷ്യലിൽ ഈ പ്രതിയുടെ കോൾ തോമസ് പ്രതിയുടെ ചിത്രങ്ങളൊക്കെ വെച്ചിട്ട് കുറേ കമൻറ്റുകളൊക്കെ അല്ലെങ്കിൽ കുറേ മെസ്സേജുകളൊക്കെ ട്രംപ് വിട്ടിട്ടുണ്ട്. പക്ഷേ ട്രംപിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം പറയുന്ന എല്ലാ കാര്യങ്ങളും അക്ഷരം പ്രതി അങ്ങനെ ലോകം ഇപ്പോൾ അംഗീകരിക്കുകയോ വിശ്വസിക്കുകയോ ചെയ്യുന്നില്ല. പറയുന്ന കാര്യം മണിക്കൂറുകളൊക്കെ മാറ്റി പറയുന്ന കാര്യങ്ങൾ വീണ്ടും പുനരിലെടുത്തുകൊണ്ട് അത് പറയും. ഇന്ന് പറയുന്ന കാര്യം നാളെ പറയില്ല. അങ്ങനത്തെ ഒരുപാട് നിലപാട് മാറ്റങ്ങളും നിലപാടില്ലായ്മയും ട്രംപിൽ കൃത്യമാണ്. എന്നാൽ തൊട്ട് മുമ്പുള്ള ഭരണാധികാരികളൊന്നും ഇത്തരമൊരു താഴ്ന്ന സമീപനത്തിലേക്ക് എത്തിയിട്ടില്ല. ട്രംപിനെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനത്തെ ഒരു വിഷയമുണ്ട്. അപ്പോൾ ഇത് മൊത്തത്തിൽ കൂട്ടി കേൾക്കുന്ന സമയത്ത് ഇറാനെക്കുറിച്ച് പറയാൻ വേണ്ടി സാധിക്കുകയില്ല എന്നുള്ളിടത്തേക്ക് ഏറെക്കുറെ അമേരിക്ക തന്നെ എത്തിയിരിക്കുകയാണ്. കാര്യമെന്ന് പറഞ്ഞിട്ടാണെങ്കിൽ കോൾ തോമസിൻ്റെ പ്രത്യേകമായിരിക്കുന്ന രാഷ്ട്രീയ രീതിയും കാര്യങ്ങളും സോഷ്യൽ മീഡിയയിലുള്ള ഇടപെടലുകളൊക്കെ പരിശോധിക്കുന്ന സമയത്ത് അങ്ങനെ മറ്റു ലോക രാജ്യത്തിൻ്റെ പിന്തുണയോടുകൂടി ചെയ്യപ്പെട്ട ഒരു പ്രവൃത്തിയാണ് എന്ന് സ്ഥിരീകരിക്കാൻ പറ്റിയ ഒരു തെളിവും നിലവിലില്ല എന്നാണ് അറിയാൻ വേണ്ടി സാധിച്ചത്. ഏതായാലും സമഗ്രമായിരിക്കുന്ന അന്വേഷണ കാര്യങ്ങൾ തുടരുന്നുണ്ട് എന്നുള്ളതും ഇപ്പോഴും യഥാർത്ഥത്തിൽ ഭയപ്പാടിലാണ് അമേരിക്കയുടെ പ്രസിഡന്റ്. താൻ സുരക്ഷിതനാണോ അല്ല എന്നുള്ള കാര്യത്തിൽ തനിക്ക് തന്നെ സംശയമുണ്ട് എന്ന് പോലും ട്രംപ് പറയുന്നിടത്തേക്ക് എത്തിയിരിക്കുന്നു. അതുകൊണ്ടാണ് കഠിനമായിരിക്കുന്ന വാക്കുകളും കഠിനമായിരിക്കുന്ന പ്രയോഗങ്ങളും അത്തരം സമീപന കാര്യങ്ങളൊന്നും ഈ അടുത്ത കാലത്തൊന്നും ട്രംപിൻ്റെ ഭാഗത്ത് പുറത്ത് വന്നിട്ടില്ല. ഒറ്റപ്പെട്ട രീതിയിൽ പറഞ്ഞ് അവസാനിപ്പിക്കുക എന്നല്ലാതെ ഒരു വിശദീകരണക്കുറിപ്പ് നൽകുന്ന ഒരു പ്രവൃത്തികളൊന്നും ഈ ട്രംപ് ചെയ്യുന്നില്ല എന്നുള്ളതും ഒരു യാഥാർത്ഥ്യമാണ്. അപ്പോൾ നമ്മൾ പറഞ്ഞു വരുന്ന കാര്യം, അമേരിക്കയുടെ പ്രസിഡന്റ് അമേരിക്കയിൽ തന്നെ സുരക്ഷിതനല്ല എന്ന് പറയുന്ന സമയത്ത് മറ്റു ലോക രാജ്യത്തിലെ പൗരന്മാർക്ക് അമേരിക്കൻ പ്രസിഡന്റ് എങ്ങനെയാണ് സുരക്ഷിതത്വം കൊടുക്കുക എന്ന ചോദ്യത്തിന് യഥാർത്ഥത്തിൽ ഉത്തരം കിട്ടാത്ത രീതിയിൽ പ്രയാസപ്പെടുന്ന സാഹചര്യത്തിലാണ് അമേരിക്കയുടെ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇപ്പോൾ നിലനിൽക്കുന്നത് എന്നാണ് നമ്മൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്നത്.